നമസ്കാരം. ഇന്ന് നമ്മൾ ടാങ്ക് ഡെലിവറി ചെയ്തിട്ടുള്ള സ്ഥലം വലിയൊരു സെലിബ്രിറ്റിയാണ്. നമുക്ക് ആളെ പരിചയപ്പെടാം. ജൂഡ് ആൻ്റണി സാർ. വെൽക്കം സാർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ എക്കോസ്റ്റാർ ബ്രാൻഡാണ് സാറ് വാങ്ങിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സ്റ്റീലിലേക്ക് മാറണം എന്നുള്ള തോന്നലുണ്ടായത്? അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് പ്ലാസ്റ്റിക് ടാങ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മിക്കവാറും എനിക്ക് ഒരു 2 മാസം കൂടുമ്പോൾ തന്നെ ഞാൻ ടാങ്ക് തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ മൊത്തം യെല്ലോ കളറാണ്. അതൊന്നും ഉരച്ചാലും ഒന്നും പോകാറില്ല. പിന്നെ വെള്ളത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റീൽ ടാങ്കിനെ കുറിച്ച് ഞാൻ കേട്ടത്. ഞാൻ ഓൾറെഡി കറുകുറ്റി ഭാഗത്തേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് കാണാറുണ്ട് എക്കോസ്റ്റാറിന്. അപ്പോൾ അത്രയും ടാങ്കുകൾ അവിടെ ഇരിക്കുന്ന കാണാറുണ്ട്, സ്റ്റീൽ ടാങ്കുകൾ. അങ്ങനെ ഞാൻ വേറെ ഷോറൂം കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ആകെ ഉണ്ടായിരുന്നൊരു പേടി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം സ്റ്റീലില്ല, അപ്പോൾ ചൂടാവുമെന്നായിരുന്നു. പക്ഷേ അത് ദേവസ്വം ഞാൻ എടുത്തോട്ട് അങ്ങനെ ചൂടാവില്ല, പുള്ളി വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളൊരു ഗ്യാരണ്ടി പറഞ്ഞ സമയത്ത് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് നല്ലതാണ് ഈ വെള്ളം. അല്ലാതെ ഈ പ്ലാസ്റ്റിക് ടാങ്കിൽ വരുമ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളവും പ്ലാസ്റ്റിക്കും ചൂടായ സമയത്ത് വരുന്ന ചില കെമിക്കൽ സാധനങ്ങളൊന്നും ഈ ടാങ്കിൽ ഉണ്ടാവില്ല. സൺലൈറ്റ് ഇതിനകത്ത് കയറില്ല, അതുകൊണ്ട് പൂപ്പലും പായലും വരില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുകൊണ്ടാണ്. ഡ്യൂറബിലിറ്റി ഉണ്ട്, ഇതിൻ്റെ വലിയ വെയിറ്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ സ്റ്റീൽ ടാങ്ക് എന്ന് പറഞ്ഞാലും ഇത് 2 പേർക്കെടുത്ത് പോക്കാവുന്ന വെയിറ്റ് ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം ഇത്ര ഈസി ആയിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നതാണ്. എക്കോസ്റ്റാറിൻ്റെ പരസ്യം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവിടെ അത്രയും ടാങ്കുകൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. കാരണം സാധാരണ എല്ലാ ഷോപ്പുകളിലൊക്കെ 1-2 സ്റ്റീൽ ടാങ്ക് വെക്കുന്നേ കണ്ടിട്ടുള്ളൂ. അപ്പം സ്റ്റീൽ ടാങ്കുകളുടെ ഒരു സ്ഥലം വെക്കണമെങ്കിൽ അത് അത്രയും കോൺഫിഡൻസ് അയാളുടെ പ്രൊഡക്റ്റിൽ അയാൾക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ ഓൺ പ്രൊഡക്റ്റാണ്. നമ്മൾ ഹൈദരാബാദിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ അങ്കമാലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കുന്നു. നമ്മൾ ഓൺ ആയിട്ട് ജിന്ദാലിൻ്റെ സ്റ്റീലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ധൈര്യമായിട്ട് സാറിനെ പോലെയുള്ള ആളുകളോട് നമുക്ക് പറയാൻ പറ്റും ഇത് നമുക്കൊരു 25-30 വർഷം നമുക്കിത് നിലനിൽക്കുമെന്ന്. കാരണം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന നമ്മുടെ ഒരു ബേബിയാണിത്. അതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് സാറിൻ്റെ ഇപ്പോൾ പടം 2018 അതിൽ ഓരോ ക്യാരക്ടറും അതൊരു അത്രയും ക്വാളിറ്റി ഉള്ളതാണ്, വെള്ളമാണ്. അപ്പോൾ ഇതിപ്പോൾ സാറിന് ധൈര്യമായിട്ട് പറയാം ഏത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും നമ്മുടെ ടാങ്ക് അവിടെ നിലയ്ക്കുന്നത്. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഞാൻ ആ വഴി പോകുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് ഈ കമ്പനി അങ്കമാലിലെ നമ്മുടെ. അതെ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഒരു ചോദിച്ചു, ഇന്നലെയാണ് ഞാൻ ചെന്ന് ചോദിച്ചത്. അപ്പം അതിന് ശേഷം ദേവസ്വം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് നമുക്ക് എന്താ ചെയ്യാം, ടാങ്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ചെന്നത് ആദ്യം. ഒരിക്കലും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഷോപ്പുണ്ട്, എന്നാലും ഞാൻ അവിടെ നിന്ന് എടുക്കാതിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു വിശ്വാസത്തെ നോക്കിയിട്ടാണ്. കാരണം അത്രയും ടാങ്കുകളുടെ എണ്ണമാണ് എനിക്ക്. കാരണം അങ്ങനെ ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും ടാങ്കുകൾ ഓൾറെഡി അവിടെ ഡിസ്പ്ലേക്ക് വെക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് അത്രയും നല്ലതായിരിക്കും. സാധാരണ യൂഷ്വലി അങ്ങനെ കടകളിൽ കാണാറില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ദേവകുട്ടി സാറാണ്. ദേവകുട്ടി സാറിനെ കണ്ടിട്ടുണ്ട്, അനിൽ സാർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുള്ളിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെറുപ്പം മുതലേ ഈ ഒരു ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. കാരണം പുള്ളി അഡ്നോക്കിലും അതുപോലെ GCC കൺട്രിയിലും യൂറോപ്പിലെല്ലാം ഈ ഒരു ഫീൽഡിൽ, അതായത് അഡ്നോക്കിൻ്റെ പൈപ്പ് അങ്ങനെയുള്ള ഫീൽഡിൽ വെൽഡിങ് ഇൻസ്ട്രക്ടറായിട്ടും അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ പുള്ളി നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. ദേവശെട്ടി സാർ, നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം സാർ. ഇന്നലെ എൻ്റെ ഷോപ്പിൽ വന്നു പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതായത് ഞാൻ അവിടെ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ടായിരുന്നു നമ്മുടെ. എനിക്ക് ഈ പറഞ്ഞ പോലെ ചേട്ടനെ ഇതിനു മുമ്പ് പരിചയമില്ല, ഈ ബ്രാൻഡും എനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ അവർ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കും സ്റ്റീൽ ടാങ്ക് എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. കാരണം ഈ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച സമയത്താണ് സ്റ്റീൽ ടാങ്ക് കുറച്ച് നല്ലതെന്ന് അറിയുന്നത്. ഞാൻ അവിടെ വന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനുശേഷം ചേട്ടൻ എന്നെ വിളിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്, ഞാൻ 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചത് ഒരാളങ്ങനെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ നുണ പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും എല്ലാവർക്കും തന്നെ അറിയാം. കാരണം SS സ്റ്റൈനിഷ് സ്റ്റീൽ നമ്മുടെ കിച്ചൺ ആക്സസറീസ് എല്ലാം SS ആണ്. അത് വീട്ടിലിപ്പോൾ നമ്മുടെ ഹൗസ് വൈഫിന് എല്ലാവർക്കും അറിയാം. SSൻ്റെ തുരുമ്പ് പിടിക്കില്ല, കുറേ കാലം ഇതേപോലെ ഷൈനി ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ അവരുടെ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇത് ക്ലീനിങ്ങും. അവിടുത്തെ ആളുകളെ വിളിച്ച് കിട്ടാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറിയ പൂപ്പിൽ പായൽ കാര്യങ്ങളൊക്കെ. അപ്പം ഇതിനകത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹൈലി ഡ്യൂറബിൾ അടുത്ത ജനറേഷൻ കൈ പറഞ്ഞുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചേട്ടൻ പറഞ്ഞു, അതായത് എൻ്റെ ഉദ്ദേശം കാശുണ്ടാക്കലല്ല, ആൾക്കാരുടെ ഹെൽത്താണ് എൻ്റെ മെയിൻ കൺസേൺ എന്ന് ചേട്ടൻ പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ബിസിനസ് മാത്രമല്ല, നമുക്ക് സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റും കൂടി വേണം എന്നുള്ള സമയത്താണ് അയാൾ കുറച്ചും കൂടി നല്ല മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക് യു.
താങ്ക് യു സാറിന് പരിചയപ്പെടാൻ. ഓക്കെ. സന്തോഷം.